ഫൈബ്രോമയാൾജിയ ആയുർവേദ വീക്ഷണത്തിൽ ഡോക്ടർ ജിക്കു എലിയാസ് ബെന്നി സംസാരിക്കുന്നു. ഫൈബ്രോമയാൾജിയ എന്ന അസുഖം കൊണ്ട് എന്താണ് മനസ്സിലാക്കേണ്ടത് എന്ന് നോക്കാം. ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായി, കഴുത്തിൻ്റെ വശങ്ങളിൽ, തോൾ ഭാഗത്ത്, തോൾ പലകയുടെ ഉൾഭാഗത്ത്, നട്ടെല്ലിൻ്റെ ഇരുവശങ്ങളിലും, നടുവിൻ്റെ ഭാഗങ്ങളിൽ, മുട്ടിൻ്റെ പുറകിൽ, കണങ്കാലിൻ്റെ പുറകിൽ, കുതിവെള്ളിയുടെ ഭാഗത്ത് തുടങ്ങിയ സ്ഥലങ്ങളിൽ വേദന അനുഭവപ്പെടുന്ന ഒരസുഖമാണിത്. ഇതിനോടനുബന്ധിച്ച് ഉറക്കം കുറയുക, ക്ഷീണം അനുഭവപ്പെടുക, കാര്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള കഴിവ് കുറയുക തുടങ്ങിയ ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. മുൻ വർഷങ്ങളിലെ അപേക്ഷിച്ച് ഇത്തരം ലക്ഷണങ്ങളുമായി OPയിൽ വരുന്നവരുടെ എണ്ണം കൂടുതലായി കാണപ്പെടുന്നു എന്നുള്ളതാണ് ഈ അസുഖത്തിൻ്റെ പ്രസക്തിയെ വർദ്ധിപ്പിക്കുന്നത്. ശരിയായ സമയത്ത് രോഗനിർണയം നടത്തുന്നതും കൃത്യമായി വേണ്ട രീതിയിൽ ചികിത്സ ചെയ്യുന്നതും രോഗശമനത്തിനും തന്മൂലമുള്ള അസ്വസ്ഥതകൾ കുറയുന്നതിനും ജീവിത നിലവാരം നിലനിർത്തുന്നതിനും സഹായകരമാണ്. പാരമ്പര്യം, പരിസ്ഥിതി, നാഡി ഞരമ്പുകളുടെ വ്യവസ്ഥകളുടെ സ്വാഭാവികമായ കാര്യങ്ങൾ തുടങ്ങിയവ ഈ അസുഖത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. എന്തൊക്കെയാണ് ഫൈബ്രോമയാൾജിയ എന്ന അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ എന്ന് നോക്കാം. പേശിവേദന, ക്ഷീണം, തലവേദന, കാറ്റേൽക്കുമ്പോൾ വേദന അനുഭവപ്പെടുക, ഇട്ടിരിക്കുന്ന വസ്ത്രം ശരീരഭാഗത്ത് തൊടുമ്പോൾ പോലും വേദന അനുഭവപ്പെടുക, ചില സന്ദർഭങ്ങളിൽ ഓർമ്മക്കുറവ്, വിഷാദം തുടങ്ങിയവയാണ് ലക്ഷണങ്ങൾ. ഓരോ രോഗിയിലും വ്യത്യസ്തമായിട്ടുള്ള പല ലക്ഷണങ്ങൾ പല സമയങ്ങളിലായി അനുഭവപ്പെടുന്നതായി കണ്ടുവരുന്നു. സ്ത്രീകളിൽ ഈ അസുഖം കൂടുതലായി കണ്ടുവരുന്നു. 40 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളിലാണ് സാധാരണ രീതിയിൽ ഈ അസുഖം കണ്ടുവരുന്നത്. മറ്റ് അസ്ഥിസന്ധിഗത അസുഖങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തൊടുമ്പോൾ തന്നെ വേദന അനുഭവപ്പെടുന്നു എന്നുള്ളത് ഈ അസുഖത്തിൻ്റെ പ്രത്യേകതയാണ്. മറ്റ് അസ്ഥിസന്ധി രോഗങ്ങളിൽ ഒരുപക്ഷെ ശക്തിയായി അമർത്തുമ്പോൾ ആവാം ഇതേ രീതിയിൽ വേദന അനുഭവപ്പെടുക. എങ്ങനെയാണ് ഫൈബ്രോമയാൾജിയ എന്ന അസുഖത്തിൻ്റെ രോഗനിർണയം സാധ്യമാകുന്നത് എന്ന് നോക്കാം. ബാഹ്യ ശാരീരിക പരിശോധനയിലൂടെയാണ് ഫൈബ്രോമയാൾജിയ എന്ന അസുഖത്തിൻ്റെ രോഗനിർണയം സാധ്യമാകുന്നത്. പ്രത്യേകിച്ചൊരു ലാബ് പരിശോധനയിലൂടെയോ എക്സ്റേ സ്കാനിംഗ് തുടങ്ങിയ പരിശോധനയിലൂടെയോ രോഗനിർണയം സാധ്യമാകില്ല എന്നുള്ളതാണ് ഈ അസുഖത്തിൻ്റെ പ്രത്യേകത. എന്നാൽ മറ്റ് അസ്ഥിസന്ധിഗത രോഗങ്ങൾ ഇല്ല എന്ന് ഉറപ്പുവരുത്താനായി ഈ പരിശോധനകൾ ചെയ്യേണ്ടതുണ്ട്. തീവ്രവാതരോഗങ്ങളുടെ ലക്ഷണങ്ങളുമായി സാമ്യമുള്ളതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള അസുഖങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തുവാൻ ശാരീരിക പരിശോധനയ്ക്ക് ശേഷം അത്യാവശ്യം വേണ്ടുന്ന രക്തപരിശോധനയും എക്സ്റേ സ്കാനിംഗ് തുടങ്ങിയ പരിശോധനയും നടത്താറുണ്ട്. ഫൈബ്രോമയാൾജിയ എന്ന അസുഖത്തിൻ്റെ രക്തപരിശോധന സാധാരണ രീതിയിൽ നോർമലായാണ് കണ്ടുവരുന്നത്. പ്രായമനുസരിച്ചുള്ള ചില വ്യത്യാസങ്ങളല്ലാതെ എക്സ്റേ പരിശോധന തുടങ്ങിയവയിൽ മറ്റു വ്യത്യാസങ്ങളൊന്നും പൊതുവെ കണ്ടുവരാറില്ല. എന്തൊക്കെയാണ് ഫൈബ്രോമയാൾജിയ എന്ന അസുഖത്തെ വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങൾ എന്ന് മനസ്സിലാക്കാം. വ്യക്തിജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും ജോലി സ്ഥലങ്ങളിലുമുള്ള മാനസികമായ പിരിമുറുക്കവും വൈകാരികമായിട്ടുള്ള മാനസിക സമ്മർദ്ദവും ഈ അസുഖത്തെ വഷളാക്കുന്ന പ്രധാനപ്പെട്ട ഘടകമാണ്. ദിനചര്യയിലെ മാറ്റങ്ങൾ, ഭക്ഷണ രീതികളിലെ വ്യത്യാസങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, ആവശ്യത്തിന് ഉറക്കം ലഭിക്കാത്തത്, ഹോർമോൺ വ്യതിയാനങ്ങൾ, വ്യായാമ രീതികളിലെ വ്യതിയാനങ്ങൾ തുടങ്ങിയവ രോഗം വർദ്ധിപ്പിക്കാനുള്ള കാരണങ്ങളാണ്. ഫൈബ്രോമയാൾജിയ എന്ന അസുഖം വരാതിരിക്കാനായി എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കാം. മാനസിക സമ്മർദ്ദം പരമാവധി കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുവേണ്ടി അവരവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കൃത്യമായ ഇടവേളകളിൽ ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ്. യോഗ, പ്രാണായാമം തുടങ്ങിയവ നിത്യം ശീലിക്കുന്നത് വളരെയധികം പ്രയോജനപ്രദമാണ്. ആഹാരം, നിദ്ര, വ്യായാമം ഇവ മൂന്നിൻ്റെയും സന്തുലനം ഈ അസുഖത്തെ പ്രതിരോധിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നു. വേണ്ടത് വേണ്ടത്ര അളവിൽ മാത്രം ശീലിക്കുക എന്നുള്ളതാണ് പ്രധാനം. വിശപ്പ് അനുസരിച്ച് സമീകൃതമായ ആവശ്യത്തിന് പോഷണം ലഭിക്കുന്ന ഭക്ഷണമാണ് നിരന്തരം ശീലിക്കേണ്ടത്. ആവശ്യത്തിന് വേണ്ട അളവിലുള്ള ഉറക്കം നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നു. രാത്രി ജോലി ചെയ്യേണ്ടി വരുന്ന ആളുകൾ അടുത്ത ദിവസം പകൽ ഉറക്കളച്ചതിൻ്റെ പകുതി സമയം ഉറങ്ങുക എന്നുള്ളത് ആവശ്യമാണ്. ഭക്ഷണം കഴിച്ച് ഉടനെ ഉറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആഹാരവും ഉറക്കവുമായി 3 മണിക്കൂർ ഇടവേള ഉണ്ടാവുന്നത് നല്ല ശീലമാണ്. വേണ്ട അളവിൽ അവനവന് ആരോഗ്യമനുസരിച്ചും പ്രായമനുസരിച്ചും സമയമനുസരിച്ചും ഇണങ്ങുന്ന വ്യായാമങ്ങൾ നിത്യം ശീലിക്കേണ്ടതും രോഗപ്രതിരോധത്തിന് അത്യാവശ്യമാണ്. ആഹാരം, ഉറക്കം, വ്യായാമം ഈ 3 കാര്യങ്ങളും കുറഞ്ഞുപോയാലും കൂടിപ്പോയാലും പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കണം. എന്തൊക്കെയാണ് ഫൈബ്രോമയാൾജിയ എന്ന അസുഖത്തിൻ്റെ ആയുർവേദ പരിഹാര മാർഗങ്ങൾ എന്ന് നോക്കാം. 100% ഫലപ്രദമായ ഒരു ചികിത്സാ രീതി ലഭ്യമല്ലെങ്കിൽ കൂടി ഒരു പരിധിവരെ പഥ്യം ആചരിക്കുന്ന രോഗികളിൽ രോഗശമനം ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഈ അസുഖത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രസക്തമാണ്. പഥ്യം എന്ന വാക്കുകൊണ്ട് മനസ്സിലാക്കേണ്ടത് ഈ അസുഖത്തെ കുറയ്ക്കുന്ന നല്ല ആഹാര വ്യായാമ രീതികളാണ്. കൃത്യസമയത്തുള്ള ഭക്ഷണവും
വേണ്ട രീതിയിലുള്ള ഉറക്കവും പറ്റുന്ന രീതിയിലുള്ള വ്യായാമവും രോഗശമനത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. രോഗശമനം ലഭിച്ചു കഴിഞ്ഞതിന് ശേഷവും ഈ കാര്യങ്ങൾ തുടർന്നും ശ്രദ്ധിക്കേണ്ടത് വീണ്ടും ബുദ്ധിമുട്ട് വരാതിരിക്കാൻ ഫലപ്രദമാണ്. ഓരോ രോഗിക്കും ഇണങ്ങുന്ന രീതിയിൽ വൈദ്യനിർദ്ദേശത്തോടെ തുടരേണ്ട ശാരീരിക വ്യായാമങ്ങളോടൊപ്പം പ്രാണായാമവും ശ്വാസം നിയന്ത്രിക്കുന്ന യോഗാസനങ്ങളും നിത്യം തുടരേണ്ടതായിട്ടുണ്ട്. പഥ്യാചരണം തുടർന്നില്ലെങ്കിൽ വീണ്ടും രോഗിയെ ബുദ്ധിമുട്ടിക്കുമെന്നുള്ളതാണ് ഈ അസുഖത്തിന്റെ പ്രത്യേകത. പുറമേ മാത്രം ചെയ്യുന്ന ചികിത്സകൾ രോഗശമനത്തിന് ഉതകുമെങ്കിലും സമഗ്രമായ ചികിത്സാരീതി അവലംബിക്കുന്നതാണ് പെട്ടെന്നുള്ള രോഗശമനത്തിനും വീണ്ടും വരുന്നത് തടയാനുമുള്ള വഴി. ആയുർവേദ പഞ്ചകർമ്മ ചികിത്സയോടൊപ്പം മർമ്മം, അനുശസ്ത്ര ചികിത്സ അഥവാ പാരാസർജിക്കൽ പ്രൊസീജിയേഴ്സ് തുടങ്ങിയവ കൂടി വ്യായാമത്തിലെയും ഭക്ഷണരീതികളിലെയും ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടതായിട്ടുണ്ട്. ഹിതവും മിതവുമായ അളവിൽ ആഹാരം ശീലിക്കുകയും കഠിനമായ വ്യായാമ മുറകൾ ഒഴിവാക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. മാനസിക സമ്മർദ്ദം ഒഴിവാക്കേണ്ട ആവശ്യകത രോഗിയുടെ കുടുംബത്തിലെ മുഴുവൻ ആളുകളും ഒപ്പം ജോലി ചെയ്യുന്ന ആളുകളും മനസ്സിലാക്കിയിരിക്കുന്നതിനും അതിനുവേണ്ടി സഹായിക്കുന്നതും വളരെയധികം ഗുണപ്രദമാണ്. പുറമേ പുരട്ടുന്ന മരുന്നുകൾ താൽക്കാലികമായി വേദനാശമനം ഉണ്ടാക്കുമെങ്കിലും ഈ അസുഖത്തിൻ്റെ രോഗശമനത്തെ സംബന്ധിച്ചിടത്തോളം അത്ര ഫലപ്രദമല്ല. വമനം, വിരേചനം എന്നീ ശോധന ചികിത്സകൾക്ക് ശേഷം തൈലം അല്ലെങ്കിൽ നെയ്യ് ഉള്ളിൽ കഴിപ്പിക്കുന്ന സ്നേഹവാന ചികിത്സയും അതിനുശേഷം മലദ്വാരം വഴി മരുന്ന് ഉള്ളിലേക്ക് വിടുന്ന വസ്തുചികിത്സയും ചെയ്യുന്ന രോഗികളിൽ ഈ അസുഖത്തിന് നല്ലതായി കുറവ് അനുഭവപ്പെടുന്നുണ്ട്. എങ്കിലും നല്ല ഭക്ഷണ രീതികളും വ്യായാമവും തുടർന്നാൽ മാത്രമേ ആ കുറവ് നിലനിർത്താനായി സാധിക്കൂ. ചില അസുഖങ്ങളിൽ നിശ്ചിത കാലത്തെ വ്യായാമത്തിന് ശേഷം വ്യായാമം അവസാനിപ്പിക്കാമെങ്കിലും ഈ അസുഖത്തിൽ കുറച്ചധികം നാളുകൾ ഭക്ഷണ രീതികളിലെ നല്ല ശീലങ്ങളും വ്യായാമശീലങ്ങളും നിരന്തരമായി തുടർന്നു പോകേണ്ടത് ആവശ്യമാണ്. അല്ലാത്ത പക്ഷം വീണ്ടും ഇതേ ലക്ഷണങ്ങൾ രോഗിയെ ബുദ്ധിമുട്ടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എല്ലായ്പ്പോഴും ശുഭചിന്തകൾ ശീലിക്കുക എന്നുള്ളതും ഈ അസുഖത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. നിങ്ങളുടെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുക്കൾ നിങ്ങൾ തന്നെ സ്വയം സൂക്ഷിക്കണമെന്ന് പല സ്ഥലങ്ങളിലും ബോർഡ് വെച്ചിരിക്കുന്നത് പോലെ നമ്മുടെ ഏറ്റവും മൂല്യമുള്ള ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ തന്നെ ഉത്തരവാദിത്വവും കർത്തവ്യവുമായി സ്വീകരിക്കേണ്ടത് പ്രധാനമാണ്. നമ്മൾ ശീലിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ശ്രദ്ധിക്കുക എന്നുള്ളത് ആരോഗ്യ സംരക്ഷണത്തിൽ പ്രധാനമാണ്. മറ്റു പല കാര്യങ്ങൾക്കും നമുക്ക് പലരെയും ആശ്രയിക്കാമെങ്കിലും ആരോഗ്യ സംരക്ഷണത്തിലും രോഗമുക്തിക്കും അവനവൻ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അത് അനുവർത്തിച്ചു കഴിഞ്ഞാൽ ഫൈബ്രോമയാൾജിയ എന്ന അസുഖത്തിന്റെ പ്രതിരോധത്തിലും അതുമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രോഗികൾക്ക് രോഗശമനത്തിനും ഇടയാക്കും എന്നുള്ളതിൽ തർക്കമില്ല. വേണ്ട അളവിൽ അവനവന് ആരോഗ്യമനുസരിച്ചും പ്രായമനുസരിച്ചും സമയമനുസരിച്ചും ഇണങ്ങുന്ന വ്യായാമങ്ങൾ നിത്യം ശീലിക്കേണ്ടതും രോഗപ്രതിരോധത്തിന് അത്യാവശ്യമാണ്. ആഹാരം, നിദ്ര, വ്യായാമം തുടങ്ങിയവയുടെ കൃത്യമായ സന്തുലനം കാത്തുസൂക്ഷിച്ച് ആരോഗ്യത്തിനായി പരിശ്രമിക്കാം. ഫൈബ്രോമയാൾജിയ ആയുർവേദ വീക്ഷണത്തിൽ ഡോക്ടർ ജിക്കു എലിയാസ് ബെന്നി സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ദാഹമകറ്റാൻ ശീതളപാനീയങ്ങളെക്കാൾ നന്ന് മോര് ആണ്. ഡോക്ടർ ജയശ്രീ എസ്. തൈരിൽ പകുതി വെള്ളം ചേർത്ത് മിക്സിയിൽ നന്നായി അടിച്ചെടുത്ത് ചുവന്നുള്ളിയും കറിവേപ്പിലയും ഇഞ്ചിയും ഇട്ട മോരിനോളം ഗുണപ്രദമായ ഒരു പാനീയം ഇല്ല തന്നെ. കരിക്കിൻ വെള്ളം പോലും ദിവസവും ഉപയോഗിക്കരുത്. കുപ്പികളിലെ തണുപ്പിച്ചതോ അല്ലാത്തതുമായ പാനീയങ്ങൾ വളരെ അനാരോഗ്യകരമായവയാണ്. അതുതന്നെ വെയിലത്ത് തൂക്കിയിട്ടിരിക്കുന്നവയും വെയിലത്ത് തുറന്ന വാഹനത്തിൽ കൊണ്ടു നടക്കുന്നവയും മാരകമായ രോഗകാരികളാണ് എന്നറിയുക. മല്ലിയോ ജീരകവുമോ ഇട്ട് അന്നന്ന് തിളപ്പിച്ചെടുക്കുന്ന വെള്ളം ചെറു ചൂടോടെയോ അല്ലാതെയോ അല്പാൽപ്പം ആവശ്യാനുസരണം കുടിക്കണം. മധുരരസപ്രധാനമായ ആഹാരങ്ങളാണ് ഉഷ്ണകാലത്ത് അഭികാമ്യം. അധികം തണുത്തതും അധികം ചൂടുള്ളതും ഒഴിവാക്കണം. പ്രകാശധാര